A very pleasant good morning to all. Welcome to Abide in God. This is RJ Priya with you from Vendur Voice, the voice of God through us. ഓരോ ദിനങ്ങളെയും ജീവിതത്തിലോട്ട് ചേർക്കുകയല്ല വേണ്ടത്, മറിച്ച് ഓരോ ദിനത്തിനും ജീവൻ നൽകുക. അതാണ് വളർച്ച. ഈ സമയം എന്ന് പറയുന്ന കാര്യം വിലപിടിപ്പുള്ള ഒന്നാണ്. ജീവിതത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ മണിക്കൂറുകൾ, മിനിറ്റുകൾ ഇനി തിരിച്ചു കിട്ടില്ല എന്ന് ഗ്യാരണ്ടി തരുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാമോ ഈ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള മരുന്ന് എന്താണെന്ന്? കൊറോണയ്ക്ക് ശേഷം കണ്ടുപിടിക്കുന്ന മരുന്നല്ല, വല്ല ഇംഗ്ലീഷ് മരുന്നോ ഹോമിയോ മരുന്നോ അതൊന്നുമല്ല, നമ്മുടെ ഈ പുഞ്ചിരി തന്നെയാണ്. ഒരാൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ അവരുടെ മുഖം നോക്കിയൊന്ന് പുഞ്ചിരിക്കുക എന്ന് പറയുന്നത്, അത് കടന്നു വരുന്ന ആൾ ഏത് മൈൻഡ് സെറ്റുള്ള ആളായിക്കോട്ടെ, അദ്ദേഹത്തിന് കുറച്ച് സന്തോഷവും സമാധാനവും കൊടുക്കാൻ നമുക്ക് കഴിയും. സോ ബി പോസിറ്റീവ്, തിങ്ക് പോസിറ്റീവ്. We can come after a beautiful song. This is Vendur Voice, the voice of God through us. ദൂരെ ദൂരെ മാനത്ത് മണിത്താരകം മിന്നി മിന്നി, താഴെ ഇളം പുൽക്കൂട്ടിൽ ഉണ്ണി ഈശോ കണ്ണു ചിമ്മി. മണിത്താരകം മിന്നി മിന്നി, താഴെ ഇളം പുൽക്കൂട്ടിൽ ഉണ്ണീശോ കണ്ണു ചിമ്മി. ദൂരെ ദൂരെ മാനത്ത് മണിത്താരകം മിന്നി മിന്നി, താഴെ ഇളം പുൽക്കൂട്ടിൽ ഉണ്ണീശോ കണ്ണു ചിമ്മി. ആ തിരുനാളിൻ ഓർമ്മയുമായി നത്താളു വന്നേ കൂട്ടുകാരെ, കുഞ്ഞു മനസ്സിൽ ക്രിസ്തുമസിൻ നന്മ നിറയ്ക്കാൻ കൂട്ടുകാരെ, മഞ്ഞിലുരുണ്ണി പിറന്നതറിഞ്ഞുണരാ, ദേവഗീതം പാടിയിടാം, ഇടയ സംഗീതം നീട്ടിടാം. ദൂരെ ദൂരെ മാനത്ത് മണിത്താരകം മിന്നി മിന്നി, താഴെ ഇളം പുൽക്കൂട്ടിൽ ഉണ്ണീശോ കണ്ണു ചിമ്മി. മണിത്താരകം മിന്നി മിന്നി, താഴെ ഇളം പുൽക്കൂട്ടിൽ ഉണ്ണീശോ കണ്ണു ചിമ്മി.
പുൽക്കൂട്ടിൽ ഉണ്ണീശു കണ്ണു ചിമ്മി. ആ തിരുനാളിൻ ഓർമ്മയുമായി നത്താളു വന്നേ കൂട്ടുകാരെ. കുഞ്ഞു മനസ്സിൽ ക്രിസ്തുമസിൻ നന്മ നിറയ്ക്കാം കൂട്ടുകാരെ. മഞ്ഞിലൊരുണ്ണി പിറന്നതറിഞ്ഞുണരാ, ദേവഗീതം പാടിയിടാം, ഇടയ സംഗീതം വീട്ടിടാം. ദൂരെ ദൂരെ മാനത്ത് മണിത്താരകം മിന്നി മിന്നി. താഴെ ഇളം പുൽക്കൂട്ടിൽ ഉണ്ണീശോ കണ്ണു ചിമ്മി. ദൂരെ ദൂരെ മാനത്ത് മണിത്താരകം മിന്നി മിന്നി. താഴെ ഇളം പുൽക്കൂട്ടിൽ ഉണ്ണീശോ കണ്ണു ചിമ്മി. ആ തിരുനാളിൻ ഓർമ്മയുമായി നത്താളു വന്നേ കൂട്ടുകാരെ. കുഞ്ഞു മനസ്സിൽ ക്രിസ്തുമസിൻ നന്മ നിറയ്ക്കാം കൂട്ടുകാരെ. മഞ്ഞിലൊരുണ്ണി പിറന്നതറിഞ്ഞുണരാ, ദേവഗീതം പാടിയിടാം, ഇടയ സംഗീതം വീട്ടിടാം. ദൂരെ ദൂരെ മാനത്ത് മണിത്താരകം മിന്നി മിന്നി. താഴെ ഇളം പുൽക്കൂട്ടിൽ ഉണ്ണീശോ
തിരതല്ലും മോദത്തോടെത്തും താരാകെ പ്രേക്ഷകർ നിരനിരയാ ഉള്ളിൽ തിരതല്ലും മോദത്തോടെത്തും താരാകെ പ്രേക്ഷകർ നിരനിരയാ നാഗാധിനാഥനായി വാഴുമെന്നീശനായി ഉണർവോടെ കുന്നിൻ ഉൾത്തടം ഞാൻ ഉണർവോടെ കുന്നിൻ ഉൾത്തടം ഞാൻ പൈതലാ യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരേ നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു ലലലാ 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 ലലാ ലലാ ആഹാ 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 വെൽക്കം ബാക്ക് ടു അബൈഡ് ഇൻ ഗോഡ്. ഇന്ന് നമ്മൾ വാഴ്ത്തപ്പെട്ട റാഫേൽ കൈലിൻസ്കിയുടെ ഫീസ്റ്റ് ആഘോഷിക്കുകയാണ്. വാഴ്ത്തപ്പെട്ട റാഫേൽ കൈലിൻസ്കി പോളണ്ടിൽ ബുക്ക് എന്ന സ്ഥലത്ത് 1694 ജനുവരി 8 ജനിച്ചു. കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ ചെറിയ സന്യാസി എന്ന് വിളിപ്പേര് നൽകി. ആർമിയിലായിരുന്നു അദ്ദേഹം സേവനം അനുഷ്ഠിച്ചതും ഉദ്യോഗസ്ഥനായിരുന്നതും. പിന്നീട് തൻ്റെ എല്ലാ പദവികളും അവകാശങ്ങളും ഉപേക്ഷിച്ച് ഫ്രാൻസിസ്കൻ സഭയിൽ പുരോഹിതനായി. റാഫേൽ തൻ്റെ ജീവിതം പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാനുമാണ് മാറ്റിവെച്ചത്. പാവപ്പെട്ടവരെ സഹായിച്ചും മരണാസന്നർക്ക് വെള്ളം കൊടുത്തും അദ്ദേഹം അനേകം പേർക്ക് ആശ്വാസമായി. അനേകം ആത്മാക്കളെ രക്ഷിക്കുന്നതിനായി അദ്ദേഹം പ്രവർത്തിച്ചു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളെയും വേദനകളെയും മരണത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അദ്ദേഹം നല്ലൊരു പ്രഭാഷകനും നല്ല കുമ്പസാരക്കാരനുമായിരുന്നു. 1741 ഡിസംബർ 2 അദ്ദേഹം മരണമടഞ്ഞു. വാഴ്ത്തപ്പെട്ട റാഫേൽ കൈലിൻസ്കിയുടെ ജീവിതത്തെ കണ്ടുകൊണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറയുകയുണ്ടായി: റാഫേൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെല്ലാവരും പാപികളാണെങ്കിലും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും വിശുദ്ധിയിലേക്കുമാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കാനും വിശുദ്ധിയിൽ നമ്മുടെ ജീവിതം നയിക്കാനും നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഒരു നല്ല പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. ദിസ് ഇസ് വെണ്ടൂർ വോയിസ്, ദി വോയിസ് ഓഫ് ഗോഡ് ത്രൂ us. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയ വഴിയിൽ നീ അഭയമരുളൂ. രക്ഷകാ എന്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ.
നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ തിരുജീവനേകി നീ ബലിദാനമായിതാ തിരുജീവനേകി നീ കേഴുന്നു ഏകാകി ഞാൻ നാഥാ നീ കനിയില്ലയോ കണ്ണീരും തൂകുന്നിതാ രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ മനസ്സിനേകിനി സ്നേഹം നിറഞ്ഞ വാക്കുകൾ നീറും മനസ്സിനേകിനി സ്നേഹം നിറഞ്ഞ വാക്കുകൾ ശരണാർത്ഥിയായിരാ തിരുമുമ്പിൽ നിന്നു ഞാൻ ശരണാർത്ഥിയായിരാ തിരുമുമ്പിൽ നിന്നു ഞാൻ പാടുന്നു ഏകാകി ഞാൻ നാഥാ നീ കേൾക്കില്ലയോ കാരുണ്യം ചൊരിയില്ലയോ രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ ഇടയ വഴിയിൽ നീ അഭയമരുളൂ രക്ഷക എന്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ വെൽക്കം ബാക്ക് ടു അബൈഡ് ഇൻ ഗോഡ്. അങ്ങനെ 2020 അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ അടുത്തിരിക്കുകയാണ്. ക്രിസ്മസ് മാസം, അതെ, ഈശോയുടെ ജനനത്തിന് സന്തോഷപൂർവ്വം നമ്മൾ കാത്തിരിക്കുന്ന ക്രിസ്മസ്. കുറേ സന്തോഷം തരുന്ന ഓർമ്മകളുണ്ട് നമുക്ക്. ക്രിസ്മസ് കേക്ക്, ട്രീ, അങ്ങനെ കുറേ ഓർമ്മകൾ. അതിൻ്റെ കൂടെ ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനം ഉപേക്ഷിക്കുക എന്നും കൂടി പറയുമ്പോൾ ചെറിയൊരു ദുഃഖവും നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ രണ്ട് മൈൻഡ് സെറ്റിലായിരിക്കുന്ന നമ്മളുടെ ഇടയിലേക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചെറുപുഞ്ചിരിയോടെ ഈ സോഷ്യൽ മീഡിയയിലും പത്രത്തിലൊക്കെ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നത്. വേറൊന്നുമല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പുതിയ ചാക്രിക ലേഖനം ഫ്രത്തേലി തൂത്തി. ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൽ അടിമുടി ആകർഷിക്കപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിനമായ ഒക്ടോബർ 4 തൻ്റെ 3ാം ചാക്രിക ലേഖനമായ ഫ്രത്തേലി തൂത്തിയിലൂടെ ലോകത്തിന് നൽകിയത് അതിമനോഹരമായ സ്വപ്നമാണ്. ഈ ലേഖനത്തിൻ്റെ ഓരോ വാക്കും വാക്യവും നമുക്ക് നേരെ
പാപ്പ സ്നേഹത്തിൽ നീട്ടുന്ന ഒരു വെല്ലുവിളിയാണ്. ഫ്രത്തേലി തൂത്തി അല്ലെങ്കിൽ എല്ലാവരും സഹോദരർ എന്ന ചാക്രിക ലേഖനം സഹോദര്യത്തിൻ്റെ നല്ല നല്ല സന്ദേശങ്ങൾ നമുക്ക് പകർന്നു തരുന്നു. ബിഹൈൻഡ് എവറിത്തിങ് ദെർസ് എ സ്റ്റോറി. എല്ലാത്തിനും പിറകിൽ ഒരു കഥയുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ഒരു ലേഖനത്തിന് പിന്നിലും ഒരു ചെറിയൊരു കഥ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് വെണ്ടൂർ വോയ്സ്, ദി വോയിസ് ഓഫ് ഗോഡ് ത്രൂ അസ്. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലാ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു. പൊട്ടിയിട്ടും കൂട്ടി കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു. സഹനത്തിൽ ഈശോയെ പിരിയാത്തൊരമ്മതൻ ഹൃദയസ്പന്ദനമതിൽ കേട്ടിരുന്നു. എന്റെ യാത്രതൻ താളമതായിരുന്നു. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ നാവിൻ്റെ പിഴയവൾ തീർത്തിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ നാവിൻ്റെ പിഴയവൾ തീർത്തിരുന്നു. മാതാവിൻ മടിയിലൂടീശോയിലെത്തുന്ന കുറുക്കുവഴിയവൾ അറിഞ്ഞിരുന്നു. എന്റെ പ്രാർത്ഥന താളമതായിരുന്നു. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കൺകളിലാ. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലാ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ
ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. കൂടെ നടക്കുന്നു പകലിൽ കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. കൂടെ നടക്കുന്നു പകലിൽ കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. കൈവിട്ടു ഞാൻ പാതി വഴിയിൽ കാത്തു കാത്തിടും നിൻ സ്നേഹം. കൈവിട്ടു ഞാൻ പാതി വഴിയിൽ കാത്തു കാത്തിടും നിൻ സ്നേഹം. ഒടുവിൽ തളർന്നിരുന്നിടമോ തട്ടായിരുന്നു. ഒടുവിൽ തളർന്നിരുന്നിടമോ നിന്മടിത്തട്ടായിരുന്നു. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. ലോകത്തിനുയരങ്ങൾ തേടി നൽകാതെ നേടാൻ നടന്നു. ലോകത്തിനുയരങ്ങൾ തേടി
നൽകാതെ നേടാൻ നടന്നു. ഒടുവിൽ അലഞ്ഞണഞ്ഞിടമോ നിൻ കാൽ ചുവടായിരുന്നു. ഒടുവിൽ അലഞ്ഞണഞ്ഞിടമോ നിൻ കാൽ ചുവടായിരുന്നു. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. കൂടെ നടക്കുന്നു പകലിൽ, കൂട്ടിനിരിക്കുന്നു ഇരുളിൽ. എത്ര വളർന്നാലും ദൈവമേ ഞാനെന്നും അങ്ങേക്കു പൈതൽ. വെൽക്കം ബാക്ക് ടു അബൈഡ് ഇൻ ഗോഡ്. 800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഈജിപ്തിലെ സുൽത്താനുമായുള്ള കണ്ടുമുട്ടലിലാണ് നമ്മുടെ ചാക്രിക ലേഖനം ആരംഭിക്കുന്നത്. 5ാം കുരിശ് യുദ്ധത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിമിനും ഇടയിൽ ഏറ്റുമുട്ടലുകൾ നടക്കുന്ന സമയത്താണ് നമ്മുടെ ഫ്രാൻസിസ് അസീസിയും ഒരു ചെറിയ സഹോദരനും സന്യാസിയുടെ വേഷത്തിൽ സുൽത്താൻ്റെ കൊട്ടാരത്തിലെത്തുന്നത്. സൂഫി സന്യാസിമാരാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സുൽത്താൻ്റെ പരിചാരകൻ അവരെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. പിന്നീട് ആ കൊട്ടാരത്തിൽ അദ്ദേഹം മാനസാന്തരത്തിൻ്റെ ഒരു പ്രസംഗം നടത്തി. ശരിക്കും ഇസ്ലാമിൽ നിന്നുള്ള മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഏതൊരുവനും ശിക്ഷ ലഭിക്കുന്നത് മരണമാണ്. എന്നാൽ കർത്താവിനോടുള്ള വിശ്വസ്തത എല്ലാവരെയും ശത്രുക്കളെ പോലും സഹോദരരായി കാണാൻ പഠിപ്പിക്കുന്നു എന്ന ഫ്രാൻസിസിൻ്റെ വാക്കുകൾ ഭക്തനായ സുൽത്താനെ ഏറെ ആകർഷിച്ചു. 800 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ സഹോദര്യത്തിൻ്റെ കണ്ടുമുട്ടൽ നൂറ്റാണ്ടുകളായി ഇന്നും നമ്മുടെ സഭയിൽ തുടരുന്നു. So stay tuned, this is Vendoor Voice, the voice of God through us. ഓരോ നിമിഷവും ദൈവമേ നിൻ സ്തുതി പാടിടും ഞാൻ. ഓരോ ശ്വാസത്തിലും ദൈവമേ നിൻ നാമം വാഴ്ത്തിടും ഞാൻ. നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചങ്ങനെ ഭൂമിയിൽ മാലാഖയായി പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാടി നടന്നിടും. ഓരോ നിമിഷവും ദൈവമേ നിൻ സ്തുതി പാടിടും ഞാൻ. ഓരോ ശ്വാസത്തിലും ദൈവമേ നിൻ നാമം വാഴ്ത്തിടും ഞാൻ. നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചങ്ങനെ ഭൂമിയിൽ മാലാഖയായി പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാടി നടന്നിടും. പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാടി നടന്നിടും.
സ്തുതി പാടിടും ഞാൻ. ഓരോ ശ്വാസത്തിലും ദൈവമേ നിൻ നാമം വാഴ്ത്തിടും ഞാൻ. നിൻ സ്നേഹമാധുര്യം ആസ്വദിച്ചങ്ങനെ ഭൂമിയിൽ മാലാഖയായി പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാടി നടന്നിടും. പാറിപ്പറക്കും വാനിലെ ദൂതുമായി പാടി നടന്നിടും. ടു അബൈഡ് ഇൻ ഗോഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്രത്തേലി തൂത്തി എന്ന ലേഖനത്തിൻ്റെ വിശേഷങ്ങളാണ്. സഹോദരർ സർവരും എന്ന ലേഖനം 8 അധ്യായങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓരോ വീക്ഷണത്തിലും ഓരോ വാക്കുകൾ കൊണ്ടും പരിമിതപ്പെടുത്താനാവാത്ത സഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പുതുസ്വപ്നം മനസ്സിൽ സൂക്ഷിച്ച് ഈ ചാക്രിക ലേഖനം സമർപ്പിക്കുന്നു എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കുന്നത്. ഇന്ന് നാം ലോകത്തിൽ അനുഭവിക്കുന്ന ഇരുളും നിഴലും ആദ്യത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. യുദ്ധങ്ങളും പരാജയങ്ങളും നമ്മെ പഠിപ്പിച്ചത് ഐക്യത്തിൻ്റെ ഒരു സന്ദേശമായിരുന്നു. എന്നാൽ ഇന്നും രാജ്യങ്ങൾ തമ്മിലും ധനത്തിൻ്റെ നീതിയുടെ പേരിൽ സംഘർഷങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രകൃതി ചൂഷണത്തിനെതിരെ ഉയർന്നു വരുന്ന ശബ്ദങ്ങൾ, നിങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഗർഭസ്ഥ ശിശുക്കളെയും, ഇനി നിങ്ങളെയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് പ്രായമായവരെയും ദരിദ്രരെയും ഒഴിവാക്കുമ്പോൾ മറ്റൊരു ദാരിദ്ര്യത്തിലേക്കാണ് നമ്മെ കൊണ്ടാക്കുന്നത്.
ഈ COVID-19 കാലഘട്ടത്തിൽ അവർ അവരുടെ എന്നതിന് പകരം നാം എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, അങ്ങനെ പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു ചരിത്ര ദുരന്തമാകും ഈ കോവിഡും. നമുക്ക് നല്ലൊരു സോങ് കേട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ. ദിസ് ഇസ് വെണ്ടൂർ വോയിസ്, ദി വോയിസ് ഓഫ് ഗോഡ് ത്രൂ us. സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാം നിന്നെ കണ്ടവർ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭു. ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭു. യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൻ ഏകജാതനെ. ദാസനെ പോലെ സേവയെ ചെയ്ത ദൈവത്തിൻ ഏകജാതനെ. വാസം ചെയ്യണം ഈ നിൻ വിനയം എൻ്റെ ഉള്ളിലും നാഥനേ. വാസം ചെയ്യണം ഈ നിൻ വിനയം എൻ്റെ ഉള്ളിലും നാഥനേ. യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന
സത്യരാജാവേ, കൗശലങ്ങളും ഉപായങ്ങളും പകയ്ക്കും സത്യരാജാവേ, ശിശുവിനുള്ള പരമാർത്ഥത എന്നിലും നിത്യം കാക്കണേ, ശിശുവിനുള്ള പരമാർത്ഥത എന്നിലും നിത്യം കാക്കണേ. യേശുവേ, നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. യേശുവേ, നിന്റെ രൂപമേ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കേണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും അങ്ങേ പോലെയാക്കേണം മുഴുവൻ. വെൽക്കം ബാക്ക് ടു അബൈഡ് ഇൻ ഗോഡ്. യേശു പറഞ്ഞ നല്ല അയൽക്കാരൻ്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. വഴിയരികിൽ മുറിവേറ്റ് അവശനായി കിടക്കുന്ന ഒരു അപരിചിതൻ കുറേ പേർ സഹായിക്കാതെ കടന്നുപോയി. എന്നാൽ ഒരാൾ മാത്രം അയാളുടെ അടുത്തെത്തി അയാളെ പരിചരിച്ച് അയാൾക്കായി സമയം നൽകി. കഥയുടെ വിവരണം യേശു അവസാനിപ്പിക്കുന്നത് ഒരു അപേക്ഷയോടെയാണ്: നീയും പോയി അതുപോലെ ചെയ്യുക. ഇത് നമുക്കൊരു വെല്ലുവിളിയാണ്. ഈ ഒരു കഥയിൽ നമുക്കുള്ള റോൾ എന്താണെന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. മുറിവേറ്റവനെ അവഗണിച്ചവനാണോ, അല്ലെങ്കിൽ മുറിവേറ്റവനെ പരിചരിച്ച് അവന് സമയം മാറ്റിവെച്ച ഒരു വ്യക്തിയാണോ നിങ്ങളെന്ന്? മുറിവേറ്റ ഇന്നത്തെ ലോകത്തെ പുതുക്കിപ്പണിയാൻ നാം നല്ല സമരിയാക്കാരനെ അനുകരിക്കണം. അതുവഴി നല്ല അയൽക്കാരാവുക എന്ന സന്ദേശം ക്രിസ്മസിൻ്റെ ഈ ദിവസങ്ങൾ നമ്മൾ ആരംഭിക്കുമ്പോൾ മാർപ്പാപ്പ നമ്മോട് പറയുന്നു. ഒരു നല്ല സോങ് കേട്ട് തിരിച്ചു വരാം. ദിസ് ഇസ് വെണ്ടൂർ വോയ്സ്, ദി വോയ്സ് ഓഫ് ഗോഡ് ത്രൂ us. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. അങ്ങേ സ്നേഹത്തോടുപമിക്കുവാൻ ഇല്ല യാതൊന്നുമില്ല പ്രിയനേ. ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ എല്ലാവർക്കും സാധ്യമല്ല. അങ്ങേ കൃപമതി തറയിൽ നിലനിന്നിടാൻ, അതു ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിർത്തണേ. അങ്ങേ കൃപമതി തറയിൽ നിലനിന്നിടാൻ, അതു ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിലെന്നും നിലനിർത്തണേ. 「 യേശുവേ,
വെൽക്കം ബാക്ക് ടു അബൈഡ് ഇൻ ഗോഡ്. ഒരിക്കൽ വിശുദ്ധ മദർ തെരേസയോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, മദറിന് എവിടെ നിന്നാണ് ഇത്രയും കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ശക്തി ലഭിക്കുന്നത്? അപ്പോൾ മദർ ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കും. അന്നേ ദിവസത്തേക്കുള്ള ഉണർവും ഉന്മേഷവും വിശുദ്ധ കുർബാനയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നു. വിശുദ്ധ ചാവറേച്ചൻ പറഞ്ഞതുപോലെ, അപരനു നന്മ ചെയ്യാൻ നിനക്ക് സാധിക്കാത്ത ദിവസം നിന്റെ ആയുസിന്റെ പുസ്തകത്തിൽ ചേർക്കാതിരിക്കട്ടെ. ഓരോ ദിവസം ദൈവവിചാരത്തോടെ ആരംഭിക്കാനും ഈശോ നന്മ ചെയ്ത് ചുറ്റി നടന്നതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും അങ്ങനെ നല്ല സമരിയാക്കാരനെ പോലെയായി ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഓരോ ദിനങ്ങളെയും ജീവിതത്തിലോട്ട് ചേർക്കുകയല്ല വേണ്ടത്, മറിച്ച് ഓരോ ദിനത്തിനും ജീവൻ നൽകുക. അതാണ് വളർച്ച. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ പ്രത്യാശയുടെ സന്ദേശം മാത്രമല്ല, ഐക്യത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സന്ദേശം നൽകിക്കൊണ്ട് ദിസ് ഇസ് RJ Priya signing off from Vendoor Voice, the voice of God through us.